ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ചപ്പാത്തിക്കല്ല കേട്ടോ, ഞാനിവിടെ ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ചതാ. തേങ്ങയും തിരുമ്മി വെച്ചു, പക്ഷേ ഇലയൊന്നുമില്ല. ഇനിയിപ്പോൾ റബ്ബറും തോട്ടത്തിൽ പോയാൽ നമുക്ക് വട്ടയില കിട്ടും. വാഴയിലയില്ല കേട്ടോ, വാഴയിലയൊക്കെ ഉണക്കും അതുപോലെ കാറ്റും ഒക്കെ അടിച്ച് വാഴയിലെല്ലാം നശിച്ച് കരിഞ്ഞും അതുപോലെ കീറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരം വെളുത്ത് എനിക്ക് തോട്ടത്തിലോട്ട് പോയി ഇല പറിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇലയില്ലാതെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇലയില്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് മുന്നേ. ഇത് എന്തായാലും ശർക്കര ഒന്ന് തിരുമ്മി എടുക്കണം കേട്ടോ. ഞാൻ ശർക്കര തിരുമ്മി പാനിയാക്കി നല്ലതുപോലെ ശർക്കര ഒന്ന് വരട്ടിയെടുക്കത്തില്ലേ, ഇങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ അതിലോട്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ വരട്ടി അങ്ങനെയാണ് ചില സമയങ്ങളിൽ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എനിക്ക് രാവിലെ മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ തേങ്ങ തിരുമ്മി ശർക്കരയും കൂടെ തിരുമ്മിയെടുത്ത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ പാപ്പ പാല് മേടിക്കാൻ പോയിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെറുതെ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, വെള്ളം അങ്ങനെ ചുമ്മാ കട്ടൻ ചായ ഇട്ടപ്പോഴത്തേക്ക് അടുപ്പ് ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ കലത്തിലങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പം തിളച്ച് കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ നിന്ന് ഫ്ലാസ്കിലോട്ട് മാറ്റും. അങ്ങനെയാണ് പരിപാടി. പിന്നെ ബാക്കി വെള്ളത്തിൽ നമ്മൾ അരിയിടും ചോറ് വെക്കാൻ വേണ്ടി ഉച്ചക്കലത്തേക്ക്. അപ്പം വെറുതെ തീയപ്പോൾ പാഴി പോകത്തുമില്ലല്ലോ, അതിന് വേണ്ടി ഇട്ടേക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇത് എന്താ പറയണ്ടേ, ഇലയപ്പമൊക്കെ നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതാണ്. പിന്നെ ഈ ഓട്ടട എന്ന് പറയും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഓട്ടട എന്ന് പറയുന്നത് ഇലയിൽ പരത്തി ചുട്ടെടുക്കുന്ന സംഭവമാണ്. ഓട്ടട എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ മാവ് കോരി ഒഴിച്ച് അങ്ങനെ എടുക്കുന്ന ഒരു അപ്പം പോലെ ഇങ്ങനെ എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഓട്ടട ഉണ്ടാക്കി കഴിക്കണമെന്ന്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. കുറച്ചെല്ലാം നല്ല ടേസ്റ്റ് ശർക്കരയ്ക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്, ശർക്കരയ്ക്ക് പകരം ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചുട്ടെടുത്ത് കഴിക്കാനായിട്ട്. ഇന്നിപ്പോൾ ഞാൻ ഇലയൊന്നും ആദ്യം കിട്ടിയില്ല കേട്ടോ. പിന്നെ അനിയത്തി പോയി ഒരു വാഴ ഇല സംഘടിപ്പിച്ചുകൊണ്ട് തന്നു. അതുകൊണ്ട് അതിലൊരു 3-4 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതിന് മുന്നേ ഞാൻ ഇങ്ങനെ മാവ് ചുമ്മാ ഒന്ന് പരത്തി അതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടെ വെച്ച് കൊടുത്തു. തേങ്ങയിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കയോ അങ്ങനെയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഏലക്ക ചുക്കുപൊടിയൊക്കെ ആളുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. ഏലക്ക ഒരു മണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഏലക്ക ഇട്ട് കൊടുത്തിട്ടില്ല. വെറുതെ ചുമ്മാ ശർക്കരയും തേങ്ങയാണ് ഇങ്ങനെ കുഴച്ചെടുത്തത്. 2-3 എണ്ണം ഇങ്ങനെ ചുമ്മാ മാവ് കുഴച്ച് അതിലേക്ക് ഇങ്ങനെ പരത്തി അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞാനങ്ങ് ആവി കയറ്റാനായിട്ട് വെച്ചു. പിന്നെ ദേ ഈ വാഴയില കിട്ടിയപ്പോഴത്തേക്കും എൻ്റെ ആഗ്രഹം വീണ്ടും ഇങ്ങോട്ടങ്ങ് വന്നു. ഞാൻ അപ്പോഴത്തന്നെ വിചാരിച്ചു ഓട്ടട ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമെന്ന് കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇലയൊക്കെ കൊണ്ടുവന്ന് അതിൽ കീറാത്ത ഭാഗം നോക്കി 2-3 ഇലയൊക്കെ അങ്ങ് എടുത്തിട്ട് ദേ മാവൊക്കെ പരത്തി അതിലേക്ക് തേങ്ങയും ശർക്കരയുടെ കൂട്ടും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് പരത്തിയെടുത്തതാണ് കേട്ടോ. ഒരുപാട് കട്ടി കൂടാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ ഇതേ അങ്ങ് മടക്കി വെക്കണം. എപ്പോഴും പറയുന്നത് പോലെ ഞാൻ പറയുവാണെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒത്തിരി നാളായി ഇത് കഴിച്ചിട്ട്. പണ്ട് കഴിച്ചതാണ്. ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ പണ്ട് കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടേ ഇല്ല, ഇവിടെ ഉണ്ടാക്കിയിട്ടുമില്ല. ഈസിയാണ്, പക്ഷേ മടി കൊണ്ടാണോ എനിക്കറിയത്തില്ല, ഞാനിത് പിന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടാക്കി നമ്മളിങ്ങനെ ഓട്ടിലിട്ടിട്ട് അപ്പുറവും ഇപ്പുറവും കൂടെ ചുട്ടെടുത്തിട്ട് കഴിക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കുകയും വേണം കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ പറയട്ടെ. എന്ത് മാവിനാന്ന്? മൈദമാവിനാന്ന് എനിക്ക് തോന്നുന്നു. മൈദമാവിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഈ ഗോതമ്പ് മാവിനേക്കാൾ ടേസ്റ്റാണ് മൈദമാവ് വെച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ റേഷൻ കടയിലെ പൊടിയാണ് കേട്ടോ. റേഷൻ മാവാണ്, ഗോതമ്പിന്. അപ്പം ഗോതമ്പിനേക്കാൾ ടേസ്റ്റ് മൈദമാവിനായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മറ്റേതങ്ങ് പുഴുങ്ങി മാറ്റി കേട്ടോ. ഇലയപ്പം പോലെ ഞാൻ ഉണ്ടാക്കി ചുമ്മാ അങ്ങനെ ഉണ്ടാക്കിയിട്ടങ്ങ് പുഴുങ്ങി മാറ്റി. അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ ദോശക്കല്ലാണ് വെച്ച് കൊടുക്കുന്നത്. ഉമ്മച്ചി ആണെങ്കിൽ പണ്ട് ഒരട്ടിച്ചട്ടിയുണ്ട്, ഒരട്ടി ഉണ്ടാക്കുന്ന ചട്ടിയുണ്ട്, അതിനകത്ത് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരട്ടിച്ചട്ടി പൊട്ടിയിരിക്കുകയാണ് നടുക്ക്, അതുകൊണ്ട് പറ്റത്തില്ല. ഞാൻ പിന്നെ ദോശക്കല്ലെടുത്ത് വെച്ച് ചൂടാക്കിയിട്ട് ചുട്ടിങ്ങെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം എൻ്റെ അടുത്ത് പാത്തു ഇരിപ്പുണ്ട്. ചെറിയ കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ പാവക്കുട്ടിയും ഒക്കെ എടുത്ത് വെച്ച് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ. സ്കൂളൊക്കെ അടച്ചല്ലോ, ഇനിയിപ്പോൾ പള്ളി തുറക്കുവാണ് കേട്ടോ. 5-ാം തീയതി പള്ളി തുറക്കും. അപ്പം ആൾ ഇവിടെ ഇരുന്ന് കളിക്കുവാണ് എൻ്റെ അടുത്ത്.
അങ്ങനെ ഞാനാണെങ്കിൽ ഈ കാപ്പി രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വാപ്പാകാണെങ്കിൽ ഒരു ഇച്ചിരി തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഷുഗറൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് അധികം ഇത് കഴിക്കത്തില്ല, മധുരം ആയതുകൊണ്ട് ഒട്ടും കഴിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് വാപ്പാക്ക് മാത്രമായിട്ട് ഇച്ചിരി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ പള്ളിയിലേക്ക് ഒന്ന് പോയിട്ടാണ് വന്നത് കേട്ടോ. അമ്മയുടെ ഖബറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണമെന്ന് കുറച്ച് ദിവസം കൊണ്ടങ്ങ് വിചാരിക്കുന്നു. അങ്ങനെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ കാപ്പി കുടിക്കുന്നത്. അപ്പം മോളെയും കൂടെ കൊണ്ടാ പോയത് കേട്ടോ. പിന്നെ കട്ടൻ ചായ ഒന്നും കൂടെ ഇട്ടെന്ന് പറഞ്ഞാൽ ചായ ഇട്ടിട്ട് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്കും എനിക്കങ്ങ് നല്ല തലവേദന ഉണ്ടായിരുന്നു. നല്ല വെയിലല്ലേ, വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് പോക്കാട്ടോ, എനിക്ക് തലവേദനയാണ്. അപ്പം വന്ന് ഒരു കട്ടൻ ചായയും കൂടെയൊക്കെ ഇട്ടിട്ട് ഞാൻ കാപ്പി കുടിച്ചു. മോക്കും കൊണ്ടുവന്ന് പിച്ചിയൊക്കെ കൊടുത്ത് ഞാൻ ഇനി അടുക്കളയിലേക്ക് പോവുകയാണേ. ഇന്ന് കാര്യമായിട്ട് അടുക്കള ജോലിയൊന്നുമില്ല. മത്തി ഇരിക്കുന്നത് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു പുളിങ്കറിയോ സാമ്പാറോ രസമോ അങ്ങനെ ഏതെങ്കിലും ഒരു ഒഴിച്ചു കൂട്ടാനായിട്ട് ഉണ്ടാക്കാം. വെള്ളമൊക്കെ കോരി തിന്നപ്പോഴത്തേക്കും വാപ്പമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ വരുമ്പോഴത്തേക്കും വിളിച്ചു പറയുന്നതാണ് വരുന്ന കാര്യം, പക്ഷേ വിളിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ വാപ്പമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ഇങ്ങ് പോകുന്നു കേട്ടോ. അങ്ങനെ ഞാനിപ്പം അടുക്കളയിലോട്ട് നിൽക്കുകയാണ്. തലേന്ന് ഞാൻ പറിച്ചു വെച്ചിട്ടുള്ള കപ്പയ്ക്കാണ് കേട്ടോ ഇത്. അധികം നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, കിളികളെല്ലാം കൊത്തി തിന്നും, അവർക്കും കിട്ടണമല്ലോ. അപ്പം ആവശ്യത്തിനുള്ളതെല്ലാം അവരതിൽ നിന്ന് കൊത്തിയെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കളറടിച്ച് നിന്നതുകൊണ്ട് തലേന്ന് വൈകുന്നേരം ഞങ്ങളിത് പറിച്ചങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്, അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് പഴുപ്പ് ഇങ്ങനെ നമുക്കിങ്ങനെ കിരികിരാ കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഒരുപാടങ്ങ് പഴുത്ത് നല്ല ഇങ്ങനെ ഞെങ്ങി ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ കിരികിരാ കടിച്ച് കഴിക്കാൻ പറ്റുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കപ്പയ്ക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ തോലൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി വാപ്പുമാങ്ങ കൂടെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. മോക്ക് ഇത് ജ്യൂസ് അടിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ചെടുത്ത് അവൾക്ക് വേണ്ടി മാത്രം ജ്യൂസ് അടിക്കാനായിട്ട് വെച്ചു കേട്ടോ. അമ്മക്കല്ലാണ്ട് കഴിക്കാൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തോലൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് കിളി കൊത്തി നിർത്തിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് എടുക്കാനായിട്ട് പറ്റത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒന്ന് കിളി കൊത്തിയാലും നമുക്കതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റത്തില്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാനതങ്ങ് കളഞ്ഞു. ഇതാണ് പഴുപ്പിക്കാനായിട്ട് വെച്ചത്. കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും 2-3 എണ്ണം ഞാനും കൂടെ വയറ്റിൻ്റെ അകത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല മധുരമുള്ള കപ്പയ്ക്കാണ് കേട്ടോ. നല്ല വാടിപ്പോയ കപ്പയ്ക്കല്ല, നല്ല വിളഞ്ഞ് പഴുത്തിട്ടുള്ള കപ്പയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വാപ്പുമ്മാക്ക് ഇപ്പോൾ വേണ്ട അങ്ങ് അടച്ച് വെച്ചേക്കാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ വെള്ളമൊക്കെ കലക്കി കൊടുത്തു. പിന്നെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ചെത്തി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കേട്ടോ. കപ്പയ്ക്ക് തോലൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇനിയിപ്പോൾ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപ്പ് കുതിർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി പ്രത്യേകിച്ചൊന്നും ഇരിപ്പില്ല. ഉള്ളതെന്താണ്, വെള്ളരിക്ക, പടവലങ്ങ, അതൊക്കെയാണ്. ഞാൻ വിചാരിച്ചു ഇതും കുറച്ച് കൊച്ചുള്ളിയും, നമ്മൾ ഉള്ളി സാമ്പാറുണ്ടല്ലോ അതുപോലെ അങ്ങനെ ആക്കിയെടുക്കാം. ഉള്ളി സാമ്പാർ വളരെ ഇഷ്ടമാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് തീർന്നിരിക്കായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ തട്ടിയിട്ട് ഭരണിക്കകത്ത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ മീൻ അങ്ങ് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. കാരണം ചോറ് അടുപ്പിൽ കിടക്കുമല്ലേ, ചോറിൻ്റെ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ വേവാനായിട്ട്. പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് സാമ്പാർ വെക്കാം. അപ്പോൾ അതുവരെ അരി ഒന്ന് തിളച്ച് കിട്ടുന്നത് വരെ ഞാൻ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ പരന്ന മത്തി ഉണ്ടല്ലോ, അതാണ്, ചാളയല്ല കേട്ടോ, മത്തി. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പോയി കുറച്ച് വഴുതനങ്ങ ഇരിപ്പുണ്ട്, വാടിയിരിക്കുമായിരുന്നു കേട്ടോ. അധികം മൂക്കാത്ത വഴുതനങ്ങ ആയതുകൊണ്ടാണ് കറി വെക്കാനായിട്ട് എടുത്തത്. ഒരുപാട് അരി നല്ല മൂത്തതുണ്ടല്ലോ, അതാണെങ്കിൽ പറ്റത്തില്ല, ഭയങ്കര ഇതായിരിക്കും നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ മുക്കാത്തതായതുകൊണ്ട് മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു സാമ്പാറിലൊന്നും ഇല്ലല്ലോ ഇടാനായിട്ട്, അതുകൊണ്ട് അതരിഞ്ഞ് കുറച്ച് പരിപ്പും 2-3 ചെറിയ സവാള ആയതുകൊണ്ട് 2-3 സവാള അരിഞ്ഞിട്ട് പിന്നെ ഒരു പിടി കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് വാപ്പുമ്മാക്ക് ഞാൻ മാങ്ങയും കപ്പയ്ക്കൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വാമ്മ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്, പാത്തുകൊണ്ട് കേട്ടോ, വട്ടം ചുറ്റി നടക്കുന്നുണ്ട്. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴത്തേക്കും താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പും അതിൻ്റെ കൂട്ടും കൂടെ ഒഴിച്ചങ്ങ് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക, ശകലം കായപ്പൊടി കേട്ടോ. കായപ്പൊടിയും ശകലം ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ച് ഇതാണ്, തട്ടിക്കൂട്ട് സാമ്പാർ. പക്ഷേ തട്ടിക്കൂട്ടി വെക്കുന്ന എന്തിനും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷയം ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.